നമ്മുടെ ജീവിതത്തിൽ ലജ്ജിച്ചു പോകുക എന്നത് നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വളരെ അഭിമാനത്തോടെ നാം പറഞ്ഞ കാര്യങ്ങളിൽ, നാം ചെയ്ത കാര്യങ്ങളിൽ പരാജയം സംഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കാറുണ്ട്. നാളെയെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പലപ്പോഴും നമ്മെ പരാജയത്തിലേക്ക് നയിക്കുന്നത്. ഇന്ന് ഇത്തരത്തിലുള്ള പരാജയങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നാം ലജ്ജിച്ചു പോകാതിരിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും നമ്മെ ഓർമ്മിപ്പിക്കുന്ന പല ഭാഗങ്ങളും കാണുവാൻ കഴിയും. നമ്മുടെ കഴിവിൽ നാം ആശ്രയിക്കുവാൻ തുടങ്ങുമ്പോൾ നമുക്ക് പരിധികളും പരിമിതികളും ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളിലും വേണ്ടതുപോലെ വിജയം കാണുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ നമ്മെ വിജയകരമായി വഴി നടത്തുവാൻ കഴിയുന്ന, നമ്മുടെ നാളെ അറിയുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവശബ്ദം കേട്ട് ചുവടുകൾ വെക്കുവാൻ തയ്യാറാകുമ്പോൾ ലജ്ജിച്ചു പോകുവാൻ അവൻ ഇടവരുത്തുകയില്ല. അതുകൊണ്ട് തന്നെ റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തുകളിൽ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. പ്രിയദൈവത്തിലെ, നമ്മെ വഴി നടത്തുവാൻ, നമ്മെ പരിപാലിക്കുവാൻ ഈ ദൈവം വിശ്വസ്തനാണെന്ന് നമുക്ക് എണ്ണുവാൻ കഴിയുന്നെങ്കിൽ ഈ വിശ്വസ്തനായ ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയും. പലപ്പോഴും സാഹചര്യങ്ങൾ അനുസരിച്ച് ആണ് നാം പല കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ നാം ദൈവശബ്ദം കേട്ട് ചുവടുകൾ വെക്കുവാൻ തയ്യാറാകുമ്പോൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, ഇതുവഴി നടക്കണം, ആരെയൊക്കെ ഒഴിഞ്ഞു നിൽക്കണം എന്നെല്ലാം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വളരെ വ്യക്തമായി സംസാരിക്കും. ഇഹലോകത്ത് വിജയകരമായി വഴി നടത്തുവാൻ ഒരു കാര്യസ്ഥനായി ദൈവാത്മാവ് നമ്മോട് കൂടെയുണ്ട് എന്നത് മാത്രമല്ല, ഈ ദൈവാത്മാവ് നിത്യതയിലേക്ക് നമ്മെ ഒരുക്കുകയും ചെയ്യും. തീർച്ചയായും ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷമകരമായ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവം സഹായിക്കും. എന്നാൽ അതുകൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം. നിത്യതയിലും ഈ ദൈവത്തോട് ചേർന്നൊരു വാസം നമുക്കുണ്ട് എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദാവീദ് തന്റെ വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പാടുന്ന ഒരു സങ്കീർത്തനമുണ്ട്, 25-ാം സങ്കീർത്തനം. അവിടെ താൻ തന്റെ കഴിവിൽ ആശ്രയിക്കുന്നതിലുപരി ദൈവത്തിന്റെ മുഖത്തേക്ക് ദാവീദ് നോക്കുകയാണ്. അതിന് 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: എന്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുതേ. എന്ന് ഇപ്രകാരം നമുക്ക് പറയുവാൻ കഴിയുമോ? നാം തന്നെ ഒന്ന് ചിന്തിക്കണം. നമ്മുടെ ആശ്രയം ദൈവത്തിലാണോ അതോ നമ്മിൽ തന്നെയാണോ എന്ന് നാം നമ്മോട് ചോദിക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യരാകൊണ്ട് പലപ്പോഴും പലരും സമയാസമയങ്ങളിൽ വാക്കുമാറിയേക്കാം. എന്നാൽ ഒരിക്കലും വാക്കുമാറ്റുവാൻ കഴിയാത്ത ഈ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതയാത്രയിൽ നാം ഒരു അനുഗ്രഹമാകുക തന്നെ ചെയ്യും. സങ്കീർത്തനം 25-ന്റെ 3-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ഇന്ന് ദൈവത്തെ കാത്തിരിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ലജ്ജിച്ചു പോകുവാൻ അവൻ ഇടവരുത്തുകയില്ല. അതെ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷമകരമായ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇത് ദൈവവചനത്തിലെ അനുഗ്രഹത്തിന്റെ ഒരു താക്കോൽ വാക്യമാണ്. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും ഈ വിധത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, നാം ദൈവത്തോട് കൂടെ ജീവിക്കുമ്പോഴാണ് ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത്. നാം യേശുവിനെ അറിഞ്ഞ സമയത്ത് ദൈവത്തോട് ചേർന്ന് നടന്നപ്പോ പല കാര്യങ്ങളിലും ദൈവിക നീക്കുപോക്ക് നമുക്ക് ലഭിച്ചു. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എല്ലാം ജീവിച്ച് ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുവാൻ സമയമില്ലാത്ത അവസ്ഥയിൽ ഒരുപക്ഷെ നാം പലവിധങ്ങളായ വിഷയങ്ങളിൽ അകപ്പെട്ട് നമ്മുടെ ജീവിതം ദുഷ്കരമായ ഇന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ദൈവത്തിലേക്ക് ഒന്ന് തിരിച്ചു വരണം. മനുഷ്യരിലുള്ള, ധനത്തിലുള്ള, കഴിവിലുള്ള ആശ്രയങ്ങളെല്ലാം മാറ്റിയിട്ട് ഈ ദൈവത്തിൽ ഒന്ന് ആശ്രയിക്കുവാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ്. അതേ പ്രിയ ദൈവത്തിലെ, നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ദൈവപ്രവൃത്തി നമ്മുടെ ഇടയിൽ നാം കാണുക തന്നെ ചെയ്യും. സങ്കീർത്തനങ്ങൾ 32-ന്റെ 10-ൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: ദുഷ്ടന് വളരെ വേദനകളുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. ഇന്ന് വീണ്ടും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ആശ്രയം ഈ ദൈവത്തിലാകണം. സഹായിക്കാമെന്ന് പറഞ്ഞവർ സമയാസമയങ്ങളിൽ വാക്കുകളെ മാറ്റുമ്പോൾ ഹൃദയം തകരരുത്. നമ്മെ സഹായിക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ നീർത്തോട് കണക്ക് തിരിക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ വളരെ വലിയതായി നിങ്ങൾക്ക് തോന്നിയേക്കാം. ശരിയാ, അത് വളരെ വലുതാ നമുക്ക്. എന്നാൽ ആ വിഷയത്തെക്കാളും വലിയവനായ യേശു നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഈ വിഷയങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ അവന് മനസ്സുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്.
അതേ പ്രിയ ദൈവത്തിലെ കാൽവരി ക്രൂശിൽ അവസാന തുള്ളിച്ചോരയും ചിന്തിയത് നമ്മുടെ വീണ്ടെടുപ്പിനും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടിയിട്ട്. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാൻ കഴിയണം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് നമുക്ക് പറയുവാൻ കഴിയണം. സാഹചര്യങ്ങളല്ല നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് മാനുഷിക വാക്കുകൾ കേട്ട് മനസ്സ് തളരില്ല. ദൈവശബ്ദത്തിന് മുമ്പാകെ, ദൈവമേ, എന്റെ ജീവിതത്തിൽ തെറ്റിപ്പോയ വഴികൾ ഞാൻ അങ്ങയുടെ മുമ്പാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു, എന്നെ സഹായിക്കണമേ എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ പറയുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ ഒരു അനുഗ്രഹമാകും. നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകും. സദൃശ്യവാക്യങ്ങൾ 3:5 നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഇന്ന് വീണ്ടും ദൈവശബ്ദം നമ്മോട് സംസാരിക്കുന്നത്, നമ്മുടെ അറിവുകൾ പലതുണ്ട്, എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ പല അറിവുകൾക്കും നമ്മുടെ പല കഴിവുകൾക്കും അപ്പുറത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിത മേഖലകളിൽ നാം കാണുക തന്നെ ചെയ്യും. അതെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, കരം പിടിച്ച് വഴി നടത്തുവാൻ മതിയായവനായ ഈ ദൈവം തീർച്ചയായും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. രാജാതിരാജാവും കർത്താതി കർത്താവുമായ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിത മേഖലകളിൽ നാം അനുഭവിച്ചറിയുമ്പോഴാണ് ദൈവിക പ്രൊവിഷനുകൾ നമ്മുടെ ജീവിതത്തിൽ നാം കാണുവാൻ തുടങ്ങുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് നാം ചെയ്യേണ്ട ഒറ്റ കാര്യം, നമ്മുടെ ആശ്രയം ദൈവത്തിലാകണം. നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞവരുണ്ടാകാം, നമ്മെ പിന്നിൽ നിന്ന് കുത്തി നോവിച്ചവരും ഉണ്ടാകാം. അവരോടുള്ള പക മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതെ നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ ദൈവത്തിന്റെ കരത്തിലേക്ക് കൊടുത്ത് നമുക്ക് അവരോട് ക്ഷമിക്കുവാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായും ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. ഒരാളോടുള്ള പക നമ്മുടെ ഹൃദയത്തിൽ നാം കൊണ്ടു നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം അറിയാതെ നമ്മെ തന്നെ നശിപ്പിക്കുകയാണ്. ശരിയാ, ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലാണ് അവർ പ്രവർത്തിച്ചത്, പക്ഷെ അത് ഞാൻ ക്ഷമിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയണം. ദൈവം അതാണ് നമ്മെ കാണിച്ചു തന്നത്. ദൈവം അതാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മെ ദ്രോഹിച്ചവരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ നമ്മോട് കൂടെ ഇരിക്കുവാനായി ദൈവം അയച്ച പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ചോദിക്കണം. ദൈവാത്മാവിന്റെ സഹായം നാം ചോദിക്കുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ദൈവാത്മാവ് നമ്മെ അതിന് സഹായിക്കും. ഇന്ന് വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ ഒരു നിന്ദാപാത്രമാക്കുവാനല്ല ദൈവം നിങ്ങളെ വിളിച്ചു വേർതിരിച്ചത്. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ തോളത്ത് തട്ടി ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ആലോചന അറിയിക്കുകയാണ്. ഇല്ല, ലജ്ജിച്ചു പോകുവാൻ ഈ ദൈവം ഇടവരുത്തുകയില്ല. നിന്ദിച്ചവരുടെ മധ്യേ തന്നെ ദൈവിക മാന്യത പ്രിയ ദൈവത്തിലെ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവദിനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരുന്നു. സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ആ സാഹചര്യങ്ങളുടെ നടുവിലെല്ലാം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ ഇവർ അനുഭവിച്ചറിയട്ടെ. ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. ഇവർക്ക് വേണ്ടി ദൈവിക പ്രൊവിഷൻസ് വെളിപ്പെടട്ടെ. സകലമാന മഹത്വം അങ്ങേക്ക്, സകലവും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവത്തിലെ തീർച്ചയായും നിങ്ങൾ ഒരു അനുഗ്രഹമാകും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.